Hello dear students, welcome back to Computer Applications class. നാം ഇപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ഫങ്ഷൻസ് തുടങ്ങി വെച്ചു. ഫങ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫങ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ്. രണ്ടായിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയാറുണ്ട്, ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്ന് പറയാറുണ്ട്, ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയാറുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ്. ആ ഫങ്ഷൻ്റെ ടാസ്ക് എന്താണെന്ന് മറ്റാരോ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു, എടുത്തങ്ങ് ഉപയോഗിച്ചാൽ മതി. ആ ടാസ്ക് പെർഫോം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ, നമ്മുടെ പ്രോഗ്രാം എഴുത്തിനുള്ളിൽ ആ ടാസ്ക് പെർഫോം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ ആ ഫങ്ഷനെ ജസ്റ്റ് എടുത്ത് യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള നിരവധി ഫങ്ഷൻസ് ഉണ്ട്. ആ ഒരു കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ നേരത്തെ റിക്കളക്ട് ചെയ്ത ഗെറ്റ് ലൈൻ, ഗെറ്റ്, പുട്ട്, പുട്ട്സ്, ഗെറ്റ്സ്, ഇതൊക്കെ തന്നെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആയിരുന്നു. ഈ ഫങ്ഷൻസൊക്കെ ചില ഹെഡർ ഫയലിലാണെന്നും പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഗെറ്റ്സ് എന്ന ഫങ്ഷൻ യൂസ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു ആ പ്രോഗ്രാമിൽ #good cstdio എന്ന ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. Because these functions, the predefined functions are defined in some header files. എല്ലാം കൂടി ഒരു ഹെഡർ ഫയലല്ല. സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ ഏതാണ്ട് 108ഓളം ഹെഡർ ഫയൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ നമുക്കും ഹെഡർ ഫയൽസ് ഉണ്ടാക്കി വയ്ക്കാം. അവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. എന്തായാലും കുറേയേറെ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പ്രോഗ്രാമിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ്. മറ്റൊരു സിറ്റുവേഷൻ പറയാം. ദോശ കഴിക്കുമല്ലോ എല്ലാവരും. ശരി, ദോശ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചു നോക്കണം. അവരുടെ കുട്ടിക്കാലത്തൊരു പക്ഷേ അവർ ചെയ്തിരുന്നത് അരി വാങ്ങി, ഉഴുന്ന് ഇതൊക്കെ വാങ്ങിച്ച് കുതിർത്ത് ഉരലിലിട്ട് അരച്ചെടുത്ത് മാവാക്കി തലേ ദിവസമൊക്കെ വെച്ച് അതിനെ പൊളിപ്പിച്ച് ഉപ്പൊക്കെ ചേർത്ത് അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയുണ്ട്. ഇതെല്ലാം നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോഴോ പോകുന്ന വഴിക്ക് റെഡി ടു കുക്ക്, റെഡി മിക്സ് ദോശ മാവ് റെഡിയാണല്ലേ. നേരെ മേടിക്കുക, കൊണ്ടുവന്ന് നമ്മുടെ ദോശക്കല്ലിലൊഴിച്ച് ദോശ ചുട്ട് കഴിക്കുക. ഇത് മറ്റാരോ ചെയ്തു വച്ചിരിക്കുന്നു. ഈ അരി ഉഴുന്ന് എന്ന ആ റോ മെറ്റീരിയൽസിൽ നിന്നും ദോശമാവ് ഉണ്ടാകുന്ന പ്രക്രിയ മറ്റാരോ ചെയ്തു വച്ചിരിക്കുന്നു. റെഡിലി അവൈലബിൾ, യൂസ് ചെയ്യുക. നമ്മുടെ പണി എളുപ്പമായി. ഇതുപോലെ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്കാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യുവാനായിട്ട് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കുറേയേറെ ഫങ്ഷൻസ് ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നു അതിനെ. ഓക്കെ, ആൻഡ് ദീസ് ഫങ്ഷൻസ് ആർ അവൈലബിൾ ദേ ആർ ഡിഫൈൻഡ് ഇൻ സം ഹെഡർ ഫയൽസ്. നിങ്ങൾ നേരത്തെ കണ്ടെത്തിയ കുറേ ഫങ്ഷൻസ് അത് ഞാൻ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ കാറ്റഗറി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഒട്ടനവധി ഫങ്ഷൻസ് ഉണ്ട്. അതിൽ കുറേയൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ആവശ്യം വരുന്ന കുറേ ഫങ്ഷൻസാണ് നമ്മൾ ആദ്യം കണ്ടുപോകുന്നത്. അപ്പോൾ ഏത് ഫങ്ഷൻ ആണെങ്കിലും, അത് പ്രീ ഡിഫൈൻഡ് ആണെങ്കിലും യൂസർ ഡിഫൈൻഡ് ആണെങ്കിലും, യൂസർ ഡിഫൈൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ, തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേനും നമ്മൾ വിശദമായിട്ട് അത് കാണും, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലേ ഒരു ഫങ്ഷൻ. ഏതാ? ഇല്ലയോ? ഉണ്ട്. മെയിൻ ഫങ്ഷൻ. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ മെയിൻ ഫങ്ഷൻ എഴുതാറില്ലേ? അത് തന്നെയാണ് ഫങ്ഷൻ ഡെഫിനിഷൻ. നമ്മൾ ഡിഫൈൻ ചെയ്ത ഫങ്ഷനാണത്.
പക്ഷെ നമുക്കൊരു സ്വാതന്ത്ര്യക്കുറവ് എവിടെയാ? പേര്, മെയിൻ എന്ന പേര് നിർബന്ധമാണ്. അതിനുശേഷം ഒരു പെയർ ഓഫ് ബ്രേസസിൽ ആ പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് അതെല്ലാം കൂടി ചേരുന്നത് തന്നെയാണ് മെയിൻ ഫംഗ്ഷൻ. ആക്ച്വലി മെയിൻ ഫംഗ്ഷൻ്റെ പകുതി ഉത്തരവാദിത്വം നമുക്കാണ്, പകുതിയല്ല അതിൻ്റെ മെജോറിറ്റി. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഇതുപോലെ ഇപ്പോൾ ഗെറ്റ് എന്ന ഫംഗ്ഷൻ അതൊരു ഫംഗ്ഷൻ ഹെഡർ മാത്രമാണ്. നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ മെയിൻ എന്ന സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് ഗെറ്റ് അല്ലെങ്കിൽ ഗെറ്റ് ലൈൻ. അതേ തുടർന്ന് ഒരു പെയർ ഓഫ് ബ്രേസസും കുറേ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല. അതാണ് ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദോസ് ഡെഫിനിഷൻസ് ആർ അവൈലബിൾ ഇൻ ഹെഡർ ഫയൽസ്. റിലേറ്റഡ് ടാസ്ക്സ്, അതിനാവശ്യമുള്ള ഫംഗ്ഷൻസിന് ഒരു പെർട്ടിക്കുലർ ഹെഡർ ഫയൽ. ഇപ്പോൾ ക്യാരക്ടർ, സ്ട്രിങ്, ഇൻപുട്ട് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് എല്ലാം കൂടിയാണ് ഏതാ stdio.h അല്ലെങ്കിൽ cstdio എന്ന ഹെഡർ ഫയലിനകത്തുള്ളത്. ഇതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്കറിയാവുന്ന ഏതാ? 5 എണ്ണം. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഇത്രയല്ലേ നമുക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ സഹായത്തോടെ ചെയ്യാൻ കഴിയുള്ളൂ. സ്ക്വയർ റൂട്ട് കാണേണ്ടി വന്നാലോ? എങ്ങനെയെങ്കിലും പഠിച്ച് അവസാനിപ്പിച്ചാണല്ലേ നമ്മൾ മാത്തമാറ്റിക്സ് ഹൈസ്കൂൾ ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് എന്ന സംവിധാനമൊക്കെ. ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട, നമുക്കറിയാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വന്നാൽ പ്രോഗ്രാമിംഗ് വീണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. വേണ്ട, റെഡിമെയ്ഡ് ഫംഗ്ഷൻസ് ആർ അവൈലബിൾ. മാത്തമാറ്റിക്സിലെ ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ഓപ്പറേഷൻസ് നടത്താനായിട്ട് pre-defined functions are available and they are stored in another header file and the name is math.h അല്ലെങ്കിൽ cmath എന്ന് നമുക്ക് പറയാം. അതിലേക്കൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്ന ചില പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് കൺസോൾ ഫംഗ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള കൺസോൾ ഫംഗ്ഷൻസ്. കൺസോൾ ഫംഗ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കീബോർഡ്, കൺസോൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കീബോർഡും മോണിറ്ററും. അതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മൾ കൺസോൾ ഡിവൈസസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺസോൾ ഡിവൈസ് കീബോർഡ്, ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കൺസോൾ ഡിവൈസ് മോണിറ്റർ. അപ്പോൾ കീബോർഡിലൂടെ ഇൻപുട്ട് കൊടുക്കാനും മോണിറ്ററിൽ ഔട്ട്പുട്ട് കിട്ടാനുമുള്ള ചില ഫംഗ്ഷൻസ്, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസോൾ ഫംഗ്ഷൻസ് ടു പെർഫോം IO ഓപ്പറേഷൻസ്. പ്രധാനമായിട്ടും ക്യാരക്ടർ, സ്ട്രിങ്, ഇത്തരം ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനുമാണ് ഫംഗ്ഷൻസ് അവൈലബിൾ. ന്യൂമറിക് ഡേറ്റയ്ക്ക് ഫംഗ്ഷൻസിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി വി ഹാവ് എന്തുവാ CIN ആൻഡ് ഇൻപുട്ട് ഓപ്പറേറ്റർ, അതൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഫംഗ്ഷൻ ഗെറ്റ് ക്യാർ എന്നൊരു ഫംഗ്ഷൻ. ഇത് ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. കീബോർഡിൽ കൂടി ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അതിനൊരു സിൻഡെക്സ് ഉണ്ട്, അതിൻ്റെ ഒരു യൂസേജ്, അത് ഉപയോഗിക്കേണ്ട രീതി എന്തുവാ നോക്കിക്കോളൂ. ഒരു ക്യാരക്ടർ വേരിയബിൾ നമുക്ക് വേണം, CH എന്നൊരു ക്യാരക്ടർ വേരിയബിൾ. ബിക്കോസ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ മെമ്മറിയിലല്ലേ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേരിയബിൾ വേണം, മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യണം, അതിന് വേരിയബിൾ വേണം. ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, CH എന്നൊരു വേരിയബിൾ, ചാർ ടൈപ്പിൽപ്പെട്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു CH. എന്നിട്ട് നോക്കിക്കോളൂ, CH ഈക്വൽസ് ഗെറ്റ് ക്യാർ. കഴിഞ്ഞു. CH ഈക്വൽസ് ഗെറ്റ് ക്യാർ എന്ന് എഴുതി സെമിക്കോളൻ ഇട്ട് കഴിയുമ്പോഴത്തേനും ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, അൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. CIN ഓപ്പറേറ്റർ CH എന്ന് പറയുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ ഇവിടെയും സംഭവിക്കും. ബട്ട് ഹിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കിയോളൂ. CHന് വേണ്ടി മെമ്മറി ലൊക്കേഷൻ നടത്തിയിരിക്കുന്നു. ഞാൻ A എന്നൊരു ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കർസർ വെയിറ്റ് ചെയ്യുമല്ലോ. ഐ ഹാവ് ടു ഗിവ് ആൻ ഇൻപുട്ട്. ഞാൻ A എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് A വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ CH. ഞാൻ ഒന്നിലധികം അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണ് എൻ്റർ അടിക്കുന്നതെങ്കിൽ ഓൺലി ദ ഫസ്റ്റ് ക്യാരക്ടർ വിൽ ബി സ്റ്റോർഡ് ബിക്കോസ് ഗെറ്റ് ക്യാർ ഈസ് എ ക്യാരക്ടർ ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഓൺലി വൺ ക്യാരക്ടർ ആൻഡ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദാറ്റ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ്? സിമ്പിൾ അല്ലേ? ഇത് ഇൻപുട്ടിന് വേണ്ടിയാണെങ്കിൽ ഔട്ട്പുട്ടിന് വേണ്ടി മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ക്യാർ. അത് ഇൻപുട്ട്. ഈ ഗെറ്റ് എന്ന വാക്ക് വരുന്ന എല്ലാം ഇൻപുട്ടാണ് കേട്ടോ, ഓർത്തോളാം. അപ്പോൾ ഔട്ട്പുട്ടിനോ അത് തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. പുട്ട് എന്ന വാക്ക് ചേർന്ന് വരുന്നതെല്ലാം ഔട്ട്പുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗെറ്റ് ക്യാർ ഇൻപുട്ടിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഔട്ട്പുട്ടിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ്. പുട്ട് ക്യാർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഔട്ട്പുട്ടിംഗ് എ ക്യാരക്ടർ. ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ ഓൺ ദി സ്ക്രീൻ വി ക്യാൻ യൂസ് പുട്ട് ക്യാർ ഫംഗ്ഷൻ. അതിൻ്റെ യൂസേജ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. പുട്ട് ക്യാർ വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് CH സെമിക്കോളൻ.
നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഒരു ഫംഗ്ഷൻ്റെ യൂസേജിൽ എപ്പോഴും ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടല്ലേ. ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ എന്ന് പറയുന്നു. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഡേറ്റ പാരന്തസിസിനുള്ളിൽ കൊടുക്കുന്നു പാരാമീറ്റർ എന്നുള്ള നിലയിൽ. ആ ഡേറ്റ ഉപയോഗിച്ച് എന്തൊക്കെയോ പ്രോസസ്സിംഗ് നടത്തുന്നു, റിസൾട്ട് തിരിച്ചു തരുന്നു. അതിനെ റിസീവ് ചെയ്യാൻ നമ്മളൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും വേരിയബിളൊക്കെ ഉപയോഗിച്ചു. ഇവിടെ നോക്കൂ, പുട്ട് ക്യാർ വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് CH. ഇറ്റ് ഈസ് നോട്ട് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Simply the function name itself is treated as a statement. ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു, ആർഗ്യുമെൻറ്റും കൊടുത്തിരിക്കുന്നു. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുക. എന്തുകൊണ്ടാണ് സെമി കോളൻ ഇട്ടിരിക്കുന്നു? ഇറ്റ് ഈസ് സിംപ്ലി എ ഫംഗ്ഷൻ കോൾ. ഇവിടെ ഈ ഫംഗ്ഷനിൽ അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ്, ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ, ആ ആർഗ്യുമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുക. ഓർത്തോളണേ, ഡിസ്പ്ലേ ചെയ്യുക. നിങ്ങൾക്കൊന്നും സാറേ അത് റിട്ടേൺ അല്ലേ? ആർക്ക് റിട്ടേൺ ചെയ്തു? ഇതിനെ അല്ല റിട്ടേൺ എന്ന് പറയുന്നത്. പുട്ട്ക്യാർ എന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ്റെ ഫലമായിട്ട് ആ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴെല്ലാം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്ക്രീനിൽ വരുമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ സ്ക്രീനിൽ കിട്ടുന്നതെല്ലാം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണെന്നും വിചാരിക്കരുത്. ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത്. പുട്ട്ക്യാർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ CH എന്ന വേരിയബിളിലെ വാല്യൂ, ഞാൻ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തത് CH ആണ്, CH എന്ന വേരിയബിളിലെ വാല്യൂ സ്ക്രീനിൽ കാണുന്നു. സോ ഹിയർ ദ ഔട്ട്പുട്ട് വിൽ ബി A, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിട്ടേൺ വാല്യൂ. ദിസ് ഫംഗ്ഷൻ ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. അങ്ങനെയും ഫംഗ്ഷൻസ് ഉണ്ട്. വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണമേ ഉള്ളൂ, റിട്ടേൺ ചെയ്യാതിരിക്കാം. വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണും. പുട്ട്ക്യാർ എന്ന ഫംഗ്ഷൻ വേറെ രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആർഗ്യുമെൻ്റായിട്ട് വേരിയബിൾ ഉപയോഗിച്ചു. അപ്പോൾ ആ വേരിയബിളിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോ പുട്ട്ക്യാർ B, ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നാച്ചുറലി ദാറ്റ് കോൺസ്റ്റൻ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ആൻഡ് നൗ ദി ഔട്ട്പുട്ട് വിൽ ബി B. മറ്റൊരു യൂസേജ് കാണിക്കാം. പുട്ട്ക്യാർ 97 ഒരു ന്യൂമറിക് വാല്യൂ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. ഇതൊരു ക്യാരക്ടർ ഫംഗ്ഷൻ ആണെന്നല്ലേ പറഞ്ഞത്? ആർഗ്യുമെൻ്റ് ക്യാരക്ടർ ഡേറ്റ അല്ലേ കൊടുക്കേണ്ടത്? എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതോ ഒരു നമ്പർ, ഒരു ഇൻറ്റിജർ നമ്പർ 97. ഇൻറ്റിജർ നമ്പറിനും ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും തമ്മിൽ ബന്ധമുണ്ട്. ഓർമ്മയിൽ വന്നോ? യെസ്, അസ്കി കോഡ്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന 97 എന്ന നമ്പറിനെ ഒരു ക്യാരക്ടറിൻ്റെ അസ്കി കോഡായിട്ടാണ് ഈ ഫംഗ്ഷൻ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ കറസ്പോണ്ടിങ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. 97 എന്ന അസ്കി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ് ആൻഡ് ദാറ്റ് വിൽ ബി സ്മോൾ ലെറ്റർ A. അപ്പോൾ പുട്ട്ക്യാർ എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ക്യാരക്ടർ വേരിയബിൾ കൊടുക്കാം, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കൊടുക്കാം, ഇൻറ്റിജർ കോൺസ്റ്റൻറ്റും കൊടുക്കാം. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് കൊടുത്താൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ദി ASCII വാല്യൂ ആൻഡ് ദ കറസ്പോണ്ടിങ് ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ പ്രോഗ്രാമിൽ ഈ രണ്ട് ഫംഗ്ഷൻസിൽ ഏതെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇൻക്ലൂഡ് cstdio, ദ ഹെഡർ ഫയൽ cstdio. ഒന്നുകിൽ #include cstdio എന്ന് എഴുതണം, അല്ലെങ്കിൽ #include stdio.h എന്ന് എഴുതണം. C ലാംഗ്വേജിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള പ്രയോഗം വരുന്നത്. ക്ലിയർ? നൗ വി മൂവ് ഓൺ ടു അനദർ കാറ്റഗറി ഓഫ് ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻസ്. നേരത്തെ പറഞ്ഞ കൺസോൾ ഫംഗ്ഷൻസ്. ഇപ്പോൾ പറയുന്നു സ്ട്രീം ഫംഗ്ഷൻസ് ടു പെർഫോം IO ഓപ്പറേഷൻസ്. ഇത് പലതും നമുക്ക് പരിചയമുള്ളതാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടത്താനുള്ള സ്ട്രീം ഫംഗ്ഷൻസ്, CIN, COUT എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? IO സ്ട്രീം എന്നൊരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാറില്ലേ? അതൊക്കെ ഈ സ്ട്രീം ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളാണ് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ഒരു കാര്യം ഉറപ്പിക്കാം, സ്ട്രീം ഫംഗ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തൽക്കാലം കീബോർഡിൽ കൂടിയാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ CIN ഡോട്ട് ഉപയോഗിക്കും. ചോദിക്കും കീബോർഡിലൂടെ അല്ലാതെ എങ്ങനെ ഇൻപുട്ട് ചെയ്യും? അല്ലാതെ മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് അപ്പോൾ ചോദിക്കാം, ഞങ്ങൾക്കിനി എന്ത് ഹയർ സ്റ്റഡീസ്? കൊമേഴ്സ് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്. BCA ഡിഗ്രിക്ക് പഠിക്കാം. ഇപ്പോൾ MCAക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന വിഷയത്തോട് താല്പര്യമുള്ളവർ ഇപ്പോഴേ മനസ്സിൽ കുറിച്ചുകൊള്ളുക. ഹയർ സ്റ്റഡീസിന് ലക്ഷ്യം വെച്ച് പഠിക്കുക. അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നെന്താണ്? സ്ട്രീം ഫംഗ്ഷൻസ്. അപ്പോൾ IO സ്ട്രീം എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുകയും CIN, COUT എന്നീ ഓബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യേണ്ടത്. ഇൻപുട്ട് ഫംഗ്ഷൻ, ക്യാരക്ടർ ഇൻപുട്ട് ഫംഗ്ഷൻസും ഉണ്ട്, സ്ട്രിംഗ് ഇൻപുട്ട് ഫംഗ്ഷൻസും ഉണ്ട്. നമ്മൾ കാണുന്നു ക്യാരക്ടർ ഇൻപുട്ട് ഫംഗ്ഷൻ ആദ്യം. ഗെറ്റ്
കഴിഞ്ഞ ചാപ്റ്ററിൽ ഉപയോഗിച്ചതാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഗെറ്റ് ഫംഗ്ഷൻ ടു ഇൻപുട്ട് എ ക്യാരക്ടർ ഓർ ഈവൻ എ സ്ട്രിങ്. ഒരു ഫംഗ്ഷന് 2 പണി നടക്കുന്നുണ്ട്. അത് C++ൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ നിൽക്കട്ടെ. ഗെറ്റ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ആസ് വെൽ ആസ് എ സ്ട്രിങ്. അപ്പോൾ 2 രീതിയിലാണ് പ്രയോഗം വരുന്നത്. നമുക്ക് നോക്കാം. നോക്കിയോളൂ. ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, CH ചാർ ടൈപ്പ് വേരിയബിൾ, പിന്നൊരു ക്യാരക്ടർ അറേ കൂടി ഡിക്ലെയർ ചെയ്തു. എന്തിനായിരിക്കും? കഴിഞ്ഞ ചാപ്റ്റർ ഓർമ്മ കാണാം. ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നത് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. സോ 2 മെമ്മറി ലൊക്കേഷൻ നടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇത് ഞാൻ അതും കാണിക്കുന്നുണ്ട്. 1 ബൈറ്റ് സൈസുള്ള ഒരു CH വേരിയബിളും 10 ബൈറ്റ്സ് സൈസുള്ള STR എന്ന ക്യാരക്ടർ അറേയും. ഗെറ്റ് എന്ന ഇൻപുട്ട് ഫംഗ്ഷൻ്റെ 2 യൂസേജസ് നോക്കിയോളൂ. cin.get CH the character variable is given as the argument for that function. cin dot കീബോർഡിലൂടെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ cin.get എന്ന് തന്നെ ആ ഫംഗ്ഷനെ യൂസ് ചെയ്യണം. ഞാൻ ഈ പ്രയോഗം ഒന്ന് മാറ്റുകയാണേ. ഫംഗ്ഷനെ യൂസ് ചെയ്യണം എന്ന് ഞാനിനി പറയില്ല, ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇടിക്കട്ടെ, നമുക്ക് ആവശ്യം വരും ആ പ്രയോഗം. ഗെറ്റ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് cin എന്ന ഓബ്ജക്റ്റ്, കീബോർഡിനെ സൂചിപ്പിക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് വേണ്ടത്. കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ cin.get എന്ന രീതിയിൽ അത് ഉപയോഗിക്കണം. ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് എന്ത് കൊടുത്തു? CH ക്യാരക്ടർ വേരിയബിൾ. സോ ഹിയർ യു ക്യാൻ ഇൻപുട്ട് എ ക്യാരക്ടർ. ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ E എന്ന ലെറ്റർ ആണെങ്കിൽ നാച്ചുറലി ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ CH. കാണുന്നുണ്ട് നിങ്ങൾ? ഗുഡ്. അടുത്ത സ്റ്റൈൽ ഓഫ് യൂസ് ചെയ്ത് നോക്കൂ. cin.get str,10. ഇത്തവണ ആർഗ്യുമെൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആർഗ്യുമെൻസ് 2. ഇവിടെ STR എന്ന ക്യാരക്ടർ അറേയും 10 എന്ന ഒരു നമ്പറുമാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ, ഈ ഫംഗ്ഷൻ കോളിങ്ങിലൂടെ യു ക്യാൻ ഇൻപുട്ട് എ സ്ട്രിങ് വിത്ത് എ മാക്സിമം ഓഫ് 9 ക്യാരക്ടേഴ്സ്. 10 അല്ലേ പറഞ്ഞേക്കണേ, പിന്നെന്തിനാണ് 9? ഓർമ്മയുണ്ടല്ലോ, നൾ ക്യാരക്ടർ. സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുമ്പോൾ സ്ട്രിങ് ഡീലിമിറ്റർ ആയിട്ട് നൾ ക്യാരക്ടറിന് വേണ്ടി സ്പേസ് മാറ്റി വെക്കണം. സോ യു ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 9 ക്യാരക്ടേഴ്സ് ഇൻ ദിസ് സ്ട്രിങ്. ക്ലിയർ? അപ്പോൾ 9 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ്. ഞാൻ കൊടുക്കുന്ന വാല്യൂ സ്നേഹ എന്നൊരു പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, സ്നേഹ. അതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? SNEHA ലാസ്റ്റ് ക്യാരക്ടറായിട്ട് /0 അത് വേണം. ഓക്കെ, അവിടെ നടക്കട്ടെ. മറ്റൊരു ഫംഗ്ഷൻ പരിചയപ്പെടുത്തുന്നു. ഗെറ്റ് ലൈൻ, another input function. This function is exclusively used to input a string. Get function ഉപയോഗിച്ച് ക്യാരക്ടറും ഇൻപുട്ട് ചെയ്യാം, സ്ട്രിങ്ങും ഇൻപുട്ട് ചെയ്യാം. Get line is used to input a string data only. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫംഗ്ഷൻസും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? ഫംഗ്ഷൻ കോൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോ വേറെ ഒന്നും വന്നിട്ടില്ല. ബിക്കോസ് ഈ ഫംഗ്ഷൻ്റെ പണി എന്തുവാ? നമ്മൾ കൊടുക്കുന്ന ഡേറ്റ മെമ്മറിയിൽ മേടിച്ച് വയ്ക്കുക. വല്ലതും റിട്ടേൺ തരുന്നുണ്ടോ? ഇല്ല. ഇവിടെയും റിട്ടേൺ എന്നൊരു സംവിധാനം വരുന്നില്ല. നമ്മളൊരു ഡേറ്റ കൊടുക്കുന്നു, അതിനെ വാങ്ങി അയാൾ നമ്മൾ പറയുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നു. ഒരു ടാസ്ക് പെർഫോം ചെയ്തു. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ, റൈറ്റ്? അവിടെ നിന്ന് പ്രോസസ്സിങ്ങോ റിസൾട്ടോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. നൗ ഗെറ്റ് ലൈൻ, അതിൻ്റെ ഒരു യൂസേജ് നോക്കൂ. 2 രീതിയിലാണ് ഗെറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. ഒന്ന്, cin.getLine. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ക്യാരക്ടർ അറേ നെയിമും സൈസും കൊടുത്തു. കണ്ടില്ലേ? STR,10. ഒരു യൂസേജും കൂടി കാണിക്കാം. ഇവിടെ എങ്ങനെയാണ് കാണുന്നത്? cin.getLine STR,10 ഒരു ഇൻറ്റിജർ നമ്പർ, CH എന്ന വേരിയബിൾ ഉപയോഗിച്ചു. ഒരു ക്യാരക്ടർ വേരിയബിൾ അല്ലേ CH? ഒരു ക്യാരക്ടർ വേരിയബിളോ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ ഉപയോഗിക്കാം മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ കാണാം. നോക്കിക്കോളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് cin.getLine STR,10. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കണം. ഞാൻ സനൂപ് എന്നൊരു നെയിമാണ് ഇൻപുട്ട് ചെയ്യുന്നത്. മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. മെമ്മറി നോക്കിക്കോളൂ. മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് STR എന്ന വേരിയബിളിൽ സനൂപ് കയറി വന്നു, സ്നേഹ നഷ്ടപ്പെട്ടു, സനൂപ് അവിടെ സ്റ്റോറായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? പഴയ പേര് മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പുതിയത് വരുന്നത്. അവിടെയും അവസാനം നൾ ക്യാരക്ടർ ഉണ്ട്. അടുത്ത് ശ്രദ്ധിക്കണേ. cin.getLine STR,10, CH. ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത് വീണ്ടും സ്നേഹ എന്ന് തന്നെ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, CH എന്ന വേരിയബിളിൽ ഇപ്പോൾ എന്താ ഉള്ളത്? CH എന്ന ക്യാരക്ടർ വേരിയബിളിൽ ഇപ്പോഴുള്ളത് എന്ന ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്.
ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹ എന്ന സ്ട്രിങ് ആണ്. മെമ്മറി നോക്കിക്കോളണേ എന്താ അതിനകത്ത് വരിക എന്നുള്ളത്. ഞാൻ SNEHA എൻ്റർ ടൈപ്പ് ചെയ്തു, ഇൻപുട്ട് ചെയ്തു. മെമ്മറിയിൽ നോക്കിക്കോളൂ, കണ്ടോ? SN ഇത്രയേ സ്റ്റോർ ചെയ്തുള്ളൂ. SN അതിനുശേഷം നൾ ക്യാരക്ടർ. EHA സ്റ്റോർഡ് ആയില്ല. മനസ്സിലായല്ലോ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന്. 3 ആർഗ്യുമെൻറ്റ്സ് കൊടുത്ത് ഗെറ്റ് ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൂന്നാമത്തെ ആർഗ്യുമെൻ്റായിട്ട് ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വരെയുള്ള ലെറ്റേഴ്സ് മാത്രം, ക്യാരക്ടർ കോൺസ്റ്റൻസ് മാത്രമേ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൽ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആദ്യം ഒക്കർ ചെയ്യുന്നത് എവിടെയാണോ അവിടം വരെയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ടേ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. പിന്നെ ഇതിനാ 10 കൊടുത്തത്. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അത് നടക്കും. ഒരുപക്ഷെ ഞാൻ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിൽ 10 ലെറ്റേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം. എൻ്റെ സ്ട്രിങ്ങിൻ്റെ സൈസ് 20 ആണെന്ന് കരുതുക. 10 ഞാൻ ഫംഗ്ഷൻ യൂസേജിൽ str,10,ch എന്ന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൽ ഒന്നുകിൽ 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ഈ CH എന്ന വേരിയബിളിലുള്ള ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കാണുന്നത് വരെയുള്ളത്. ക്ലിയർ ആയോ? ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൽ ആദ്യത്തെ 10 അക്ഷരങ്ങളിലും E എന്ന അക്ഷരം വന്നിട്ടേയില്ല. ഈ 10 ക്യാരക്ടേഴ്സും അതിനകത്ത് സ്റ്റോർഡ് ആകും. ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൽ 10 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഒരിടത്തും E എന്ന ലെറ്റർ ഇല്ല, അതായത് CH എന്ന വേരിയബിളിലെ കണ്ടന്റ് ഇല്ല. എങ്കിൽ ഈ 10 ക്യാരക്ടേഴ്സും സ്റ്റോർഡ് ആകും ആസ് എ സ്ട്രിങ്. അതേസമയം ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു E എന്ന അക്ഷരം വന്നാൽ അവിടെ വെച്ച് കട്ട് ചെയ്യും. വിച്ച് എവർ കംസ് ഫസ്റ്റ്, ഐദർ 10 ലെറ്റേഴ്സ് ഓർ ദ സ്പെസിഫൈഡ് ക്യാരക്ടർ. അതാണ് ഇതിൻ്റെ യൂസേജ്. ഒന്നുകിൽ നമ്മൾ പറയുന്ന അത്രയും എണ്ണം അക്ഷരങ്ങൾ കാണുമ്പോൾ അവിടെ വെച്ച് സ്ട്രിങ് ടെർമിനേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ കോൺസ്റ്റന്റ് ആദ്യമായിട്ട് ഇവിടെ കാണുമ്പോൾ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഇതാണ് ഗെറ്റ് ലൈനിൻ്റെ സെക്കൻഡ് ടൈപ്പ് ഓഫ് യൂസേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷനിലേക്ക് പോകുന്നു. സ്ട്രീം ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ആണെങ്കിലും ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണെങ്കിലും സ്ട്രീം കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ, യെസ് അത് തന്നെ IO സ്ട്രീം എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് നോക്കാം. മെമ്മറിയിൽ ഞാൻ തൽക്കാലത്തേക്ക് കാണിക്കുന്നത് str എന്ന വേരിയബിളിൽ സ്നേഹ എന്ന വേർഡുണ്ട്, CH എന്ന വേരിയബിളിൽ E എന്ന ലെറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. പുട്ട് എന്ന ഫംഗ്ഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടർ ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഔട്ട്പുട്ട് ചെയ്യാം. തൽക്കാലം നമ്മൾ ഡിസ്പ്ലേയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ യൂസേജ് നോക്കൂ. cout.put വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് CH കൊടുത്തു. ഔട്ട്പുട്ട് ചെയ്യേണ്ട ക്യാരക്ടറിനെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കണം. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ cout എന്ന ഓബ്ജക്റ്റും യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? cout.put വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് CH എന്ന ആർഗ്യുമെൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വേരിയബിളാണ്, വേണമെങ്കിൽ കോൺസ്റ്റൻറ്റും ആകാം. കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കിക്കോളൂ, നേരത്തെ പോലെ തന്നെ ഏതാ പുട്ട്ക്യാർ എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്തതുപോലെയാണ്. ഇത്തവണ ഞാൻ കൊടുക്കുന്നത് ആർഗ്യുമെൻ്റായിട്ട് B എന്ന ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. നാച്ചുറലി യു വിൽ ഗെറ്റ് ദ ക്യാരക്ടർ B ഓൺ ദ സ്ക്രീൻ. അടുത്ത് ഞാൻ കൊടുക്കുന്നത് വീണ്ടും ASCII കോഡാണ് കൊടുക്കുന്നത്. ആർഗ്യുമെൻ്റായിട്ട് 97 എന്ന വാല്യൂ കൊടുത്തു. സോ ഓബ്വിയസ്ലി യു വിൽ ഗെറ്റ് A, ദ സ്മോൾ ലെറ്റർ A ഓൺ ദ സ്ക്രീൻ. ക്ലിയർ ആണല്ലോ? പുട്ട്ക്യാർ 3 രീതിയിൽ യൂസ് ചെയ്തു, അതുപോലെ തന്നെയാണ് പുട്ട് എന്ന ഫംഗ്ഷനും യൂസ് ചെയ്യേണ്ടത്. ബട്ട് cout ഡോട്ട് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. മോണിറ്ററിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതെങ്കിൽ. ഓക്കെ, മറ്റൊരു ഫംഗ്ഷൻ റൈറ്റ് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഔട്ട്പുട്ട് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസിൽ ഔട്ട്പുട്ട് ചെയ്യാം. പോട്ടെ, എന്തായാലും നമ്മൾ സ്ക്രീനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. cout.write എന്നാണ് പറയുക അതിൻ്റെ യൂസേജ്. ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻറ്റ്സ് നോക്കിയോളൂ. ഒരു ക്യാരക്ടർ അറേ, അതായത് സ്ട്രിങ് വേരിയബിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ക്യാരക്ടർ അറേയും കൊടുത്തു, സൈസും. ലെൻ എന്നൊരു വേരിയബിളാണ് കൊടുത്തത്. ഇവിടെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. ലെൻ എന്ന വേരിയബിൾ ഒരു ന്യൂമറിക് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ str എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ ഒരു സ്ട്രിങ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹെലോ എന്ന സ്ട്രിങ് വെച്ചിട്ടാണ് ക്യാരക്ടർ അറേയായ str-നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ cout.write str,10 എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹെലോ ഓൺ ദ സ്ക്രീൻ. അതിനുശേഷം ഹെലോയിൽ 5 ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളത്, ബാക്കി 5 ക്യാരക്ടേഴ്സ് വൈറ്റ് സ്പേസ് ഇട്ട് ഫില്ല് ചെയ്യും. അത് ആ ഇനിഷ്യലൈസേഷൻ നടന്നതുകൊണ്ടാണ്. എന്നാൽ
str എന്ന ക്യാരക്ടർ അറേയിലോട്ട് നിങ്ങളൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്തു എന്ന് കരുതുക. എങ്ങനെ? ഗെറ്റ് ഉപയോഗിച്ചിട്ടോ, ഗെറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടോ, സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടോ, ഗെറ്റ്സ് ഉപയോഗിച്ചിട്ടോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ str എന്ന ക്യാരക്ടർ അറേയിൽ നിങ്ങളൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഏതാ? ഹലോ തന്നെ. ഹലോ എന്ന സ്ട്രിങ് തന്നെ ഇൻപുട്ട് ചെയ്യുന്നു വിചാരിച്ചോ. ഡിസ്പ്ലേ ചെയ്യാനായി cout.write str10 എന്ന് കൊടുത്താൽ ഹലോ മാത്രമല്ല, ഹലോയുടെ പിന്നാലെ ചില പ്രത്യേക സിമ്പിൾസ് വന്നേക്കാം, ചിലപ്പോൾ വേറെ വല്ല അക്ഷരങ്ങളുമൊക്കെ കയറി വന്നേക്കാം. ബിക്കോസ് നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൽ ഹലോ എന്ന 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ബാക്കിയുള്ള ലൊക്കേഷനിൽ മറ്റെന്തൊക്കെയോ സ്റ്റോർഡ് ആയിരിക്കുന്നു. അതെല്ലാം കൂടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊഴിവാക്കാൻ നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ് മാത്രമാണ് എനിക്ക് കാണേണ്ടത്. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ യൂസേജിൽ ഏതാ cout.write ബ്രാക്കറ്റിനകത്ത് ക്യാരക്ടർ അറേ str കൊടുത്തു, കോമ ഒരു നമ്പർ ഡയറക്റ്റായിട്ട് കൊടുക്കരുത്. നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത്, നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിൽ എത്ര അക്ഷരമുണ്ടോ ആ എണ്ണം കൃത്യമായിട്ട് കൊടുക്കണം. അതെങ്ങനെ അറിയും സാറേ? ഇൻപുട്ട് ചെയ്യുന്നത് പിന്നീട് എപ്പോഴോയാണ്. പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എനിക്കെങ്ങനെ അറിയാം മറ്റെപ്പോഴോ ആരോ കൊടുക്കുന്ന ഇൻപുട്ടിൽ എത്ര അക്ഷരം കാണുമെന്ന്? ബുദ്ധിമുട്ടായല്ലേ? വഴിയുണ്ട്. strlen എന്ന ഒരു ഫംഗ്ഷനുണ്ട്. കമ്പ്യൂട്ടറിനകത്തേക്ക് എപ്പോഴും സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ആണെങ്കിലും ആ സ്ട്രിങ്ങിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എണ്ണാൻ, ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ് വി ഹാവ് ആൻ ഇൻബിൽറ്റ് ഫംഗ്ഷൻ strlen. അങ്ങനൊരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷനെ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കും. ആ ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യണം, അതെന്തുത്തരം തരും എന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ബിക്കോസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് സ്ട്രിങ് ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, റൈറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റായിട്ട് സ്ട്രിങ് വേരിയബിൾ കൊടുക്കാം, രണ്ടാമത്തെ ആർഗ്യുമെൻ്റായിട്ട് ആ വേരിയബിളിൻ്റെ ലെങ്ത് കൊടുക്കണം. അത് കണ്ടുപിടിക്കാൻ strlen ബ്രാക്കറ്റിനകത്ത് str എന്ന് പറഞ്ഞാൽ മതി. strlen ബ്രാക്കറ്റിനകത്ത് str. ഇപ്പോൾ അതിൽ മനസ്സിലായില്ലെങ്കിൽ അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട. വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഫംഗ്ഷനെക്കുറിച്ച് കാണും. ഓക്കെ, അപ്പോൾ സ്ട്രീം IO ഫംഗ്ഷൻസ് ഇങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റ് ചില പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ഓൾ ദി ബെസ്റ്റ്.